ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. അസ്സാം വലൈക്കും. അപ്പോൾ ഇപ്പം നോയമ്പ് സമയമല്ലേ, അപ്പം ഇന്ന് അതാ കഞ്ഞിയുണ്ടോ. ഇത് മസാല കഞ്ഞിയാണ് കേട്ടോ. എനിക്കിതിന് മുമ്പ് ഈ കഞ്ഞി, ഇങ്ങനത്തെ കഞ്ഞി എനിക്ക് വെക്കാൻ അറിയത്തില്ലായിരുന്നു. നോർമൽ കഞ്ഞി ഞാൻ വെക്കും. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇപ്പം ഈ അടുത്ത കഴിഞ്ഞ നോയമ്പായപ്പോഴത്തേക്ക് ഞാൻ ഈ കഞ്ഞി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പഠിച്ചു. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇതിലെടുക്കുന്ന കഞ്ഞി അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് റൈസ് ഉണ്ടല്ലോ, ഞാനതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബുള്ളറ്റ് റൈസും പിന്നെ പയറുപരിപ്പും, അത് രണ്ടും കൂടെ നമ്മൾ കുറച്ച് ചൂടാക്കി ഒരു നല്ല മുരാന്ന് വരുന്ന ആ ഒരു ഇതിൽ മാറ്റി വെക്കണം, ചൂടാക്കിയിട്ട് അത് രണ്ടും കൂടെ. പിന്നെ ഇതിനകത്ത് മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കുന്ന ഇതുണ്ടല്ലോ മസാല, അത് തന്നെ. അതെന്ന് വെച്ചാൽ നമ്മൾ സവാള, കൊച്ചുള്ളി ആയാലും ചേർക്കാം കേട്ടോ. സവാള, തക്കാളി, പിന്നെ കൊറിയാൻഡർ ലീഫ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ഉള്ളിയും തക്കാളിയും ഈ പിന്നെ കുറച്ച് ഉപ്പും ഈ കൊറിയാൻഡർ ലീഫുമായിട്ട് ഞാൻ നെയ്ക്കകത്ത് അത് സോട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും നമുക്ക്. സവാള എടുക്കാം, അല്ലെങ്കിൽ കൊച്ചുള്ളിയും ചേർക്കാം, ഏതെങ്കിലും ആസ് യുവർ വിഷ്. അപ്പം അത് സോട്ട് ചെയ്ത് കുറച്ച് നല്ലതായിട്ട് ഇതായിട്ട് വരുമ്പോൾ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഉപ്പും ചേർക്കണം. പിന്നെ അതിനകത്ത് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ മസാലയുണ്ട്. അത് നമ്മൾ ഹോം മെയ്ഡാണ് ചേർക്കേണ്ടത് കേട്ടോ. മട്ടൻ മസാല, പിന്നെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമേ ഞാൻ ചേർക്കാറുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഇതാക്കിയിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും ഈ പയറുപരിപ്പും കൂടെ ഇതിനകത്തോട്ട് തട്ടിയിട്ട് നല്ല ചൂടുവെള്ളം, തിളയ്ക്കുന്ന ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ വിസിൽ കയറ്റുക. ഒരു വിസിൽ മതിയാവും. കാര്യം എന്ന് വെച്ചാൽ ഇത് ബുള്ളറ്റ് റൈസ് അല്ലേ, പെട്ടെന്ന് വെന്ത് വരും. അപ്പം ഇത് നല്ല തിക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ തിളച്ച വെള്ളം ആഡ് ചെയ്യണം. പച്ചവെള്ളം ഒഴിക്കരുതേ, തിളച്ച വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ പരുവത്തിലെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം നോയമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടും, നോയമ്പ് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.